ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ലാത്ത മീൻ കറിയാണ്. ഇത് ശരിക്കും മീൻ കറിയുടെ ടേസ്റ്റിൽ തന്നെ ഉണ്ടാവും. ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ തേങ്ങ അരച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടി എടുക്കുക. അതിലോട്ട് നമ്മൾക്ക് മാങ്ങ ഇടണം. പച്ചമാങ്ങയാണ്, നല്ല പുളിപ്പുള്ള മാങ്ങയാണ്. ഒരു മാങ്ങയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞുള്ളിയും കൂടെ ഉണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 10-15 എണ്ണം ഇടുക നമ്മൾ. അതിനുശേഷം ഇതിലോട്ട് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 1 സ്പൂൺ, പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് 1-2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക ഇതിലോട്ട്. അടുത്തത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുക. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. പിന്നെ നമ്മൾക്കൊരു ചെറിയ കഷ്ണം വാളംപുളി ചേർക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. പിന്നെ തേങ്ങ നമ്മൾ അരച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഇത് കലക്കിയതിന് ശേഷം നമ്മൾക്ക് അടുപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ വെള്ളമൊക്കെ നമ്മളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമ്മൾക്കിവിടെ ആഡ് ചെയ്യാം. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് ഉണ്ടാക്കേണ്ട കറി, ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ തിളച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ അവസാനമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയായി. മീനില്ലാത്ത മീൻകറിയാണെന്ന് ആരും പറയില്ല. മീൻകറി പോലെ തന്നെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയണത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അടുത്ത ദിവസമൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ശരിക്കും ഒരു രക്ഷ ഉണ്ടാവില്ല. മീൻകറി പോലെ തന്നെ ഇരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾക്ക് നല്ല ഒരു മീൻകറിയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റും ആണ് ഇതിന്. എല്ലാവർക്കും ഇപ്പം മീൻ കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഇനി മീൻകറി കഴിക്കാതിരിക്കേണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.